മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ തള്ളിപ്പറഞ്ഞു രാഹുലിനെ ന്യായീകരിച്ചും ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ രംഗത്തെത്തി. ഈ വിഷയത്തിലെ യഥാർത്ഥ ഇര അതിജീവിതയുടെ ഭർത്താവാണെന്നും പരാതി നൽകിയ യുവതി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുവെന്നും കാമുകനെ പറ്റിച്ചുവെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതിജീവിതയുടെ ഭർത്താവുമായി താൻ സംസാരിച്ചെന്നും മാന്യമായ വ്യക്തിയാണ് അദ്ദേഹമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലേത് അതായത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ്. അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു, കാമുകനെ വഞ്ചിച്ചു. എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പോൾ മുഖ്യമന്ത്രിയെയും കണ്ടു. എന്നിട്ട് പേര് അതിജീവിതയെന്ന്. 2024 ഓഗസ്റ്റിലാണ് യുവതിയുടെ വിവാഹം നടന്നതെന്നും 1 വർഷം പോലും ആകുന്നതിന് മുമ്പ് വിവാഹബന്ധം മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിച്ചു. ഗർഭിണിയാകുകയും ബ്രേക്കപ്പ് ആവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിപ്പിച്ചു. യുവതി ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ലെന്നും അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനും കോൺഗ്രസിനെ തകർക്കാനുമുള്ള യുദ്ധമാണിതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലടക്കം കോൺഗ്രസിനാണ് ഒരു മേൽക്കൈയുള്ളത്. വിഷയം തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനായി നിന്ന് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ വിഷയം എടുത്തുകൊണ്ടുവന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനായി നീങ്ങിക്കഴിഞ്ഞുവെന്നും അടുത്ത സരിത ഓൾറെഡി എത്തിയിരിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. അതിജീവിത വിവാഹിതയാണെന്ന സത്യം താൻ പറയുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വർ കുറ്റപ്പെടുത്തിയത്. ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാനും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ വ്യാജ പരാതികൾ ഒരു വ്യാഴവട്ടം അകലത്തിൽ മാത്രമാണെന്നും ഓർമ്മിപ്പിച്ചു. ഓൾറെഡി കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് എന്തൊരു കള്ളമാണ്. ഇത് നാളെ നിങ്ങൾക്കെതിരെ വരാം, എനിക്കെതിരെ വരാം, നമ്മുടെ മക്കൾക്കെതിരെ വരാം. നമ്മുടെ മകൻ സേഫ് അല്ല, നമ്മുടെ സഹോദരനോ അച്ഛനോ സേഫ് അല്ല എന്ന തിരിച്ചറിവ് വേണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പോരാട്ടം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ളതല്ല, ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയുള്ളതാണെന്നും എല്ലാ വേട്ടയാടപ്പെടുന്ന പുരുഷന്മാർക്കും വേണ്ടിയുള്ള പോരാട്ടമാണെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ തന്റെ വീഡിയോ അവസാനിപ്പിച്ചത്.